ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ഇന്നലെ ലിവർപൂൾ ഒരു വമ്പൻ വിജയം സ്വന്തമാക്കി എന്ന് പറയാം. 2-0 പക്ഷെ അവർ ആ കളി ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു എന്ന് വേണം പറയാം. അത്രയും ടോപ്പായിട്ടാണ് അർണോൾഡ് സോട്ട് കാര്യങ്ങൾ നീക്കിയെന്ന് പറയാം. കാരണം ടോപ്പായിട്ടായിരുന്നു കളിച്ചത്. എക്കിറ്റിക്കയുടെ ആ ഒരു ഗോള് എൻ്റെ പൊന്നോ, എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. ആ ഒരു ഗോള്, ആ ഒരു എന്താ പറയുക, ഫസ്റ്റ് ടച്ചും ആളുടെ ഒരു ഫിനിഷും ഒരു ടോപ്പ് ക്ലാസ് തന്നെയാണ് ആള്. അത്രയും വലിയൊരു തുകക്ക് വന്നപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു പ്ലെയർ ആയിരിക്കുമെന്ന്. പക്ഷെ ആളതൊക്കെ മാറ്റിമറിച്ച് ടോപ്പായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കളിയിൽ മാത്രമല്ല, ആൾ അത്രയും ടോപ്പായിട്ട് തന്നെ എല്ലാ കളിയിലും കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇസാക്കിനേലും ബെറ്റർ ആണ് ഇപ്പോൾ നിലവിൽ. കാരണം ആൾ അത്രയും ടോപ്പ് ക്ലാസ് തന്നെയാണ്. ആളുടെ ലിങ്ക് പ്ലേ ആയാലും അത്യാവശ്യം ആൾ എല്ലാ സൈഡിലും ഉണ്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. സോ ടോപ്പ് ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ സല നമുക്കറിയാം 26-ാം മിനിറ്റിൽ സബ്ബായിട്ടാണ് ഇറങ്ങിയത്. ജാവോ ഗോമസിനൊരു ഇഞ്ചുറി പറ്റി ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടാ. ആളുടെ ലിങ്ക് പ്ലേ ആണെങ്കിലും 2-3 ട്രിവല്ല പാസ് കൊടുക്കണ്ട്. ആള് സെൽഫിഷ് ആയിരുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ഒരു ഗോൾ അടിക്കായിരുന്നു. ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു, അത് ആ കോർണറായിരുന്നു. പിന്നെ ഫൈനലി സല ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആളൊരു ടോപ്പ് പ്ലെയർ തന്നെയാണ്. ഇന്നലത്തെ മെന്റാലിറ്റി ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. ആ ഒരു കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ തന്നെ ടീമിന് വേണ്ടി ടോപ്പായിട്ട് കളിച്ചു എന്നുള്ളതാണ്. ഈ എന്താ പറയുക, അസിസ്റ്റിന്റെ ഹിസ്റ്ററിയിലും കയറിയിട്ടുണ്ട്. പിന്നെ ഫ്ലോറിയാൻ വിറ്റ്സ് അടിപൊളി പ്ലെയർ ആണ് ആൾ, പക്ഷെ നമുക്കറിയാം. പക്ഷേ പ്രീമിയർ ലീഗിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ ടീമിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെട്ടില്ലെന്നാണ് എല്ലാവരും പറയണത്. പക്ഷെ ആള് നല്ലോണം ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫിനിഷ് ചെയ്യാൻ കൂടുള്ളവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാം. അത്രയും ക്രേസി ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് അത്. സോ ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു ആൾ ഇന്നലെയും കളിച്ചത്. ഇന്നലെയും 3 ചാൻസ് ക്രിയേറ്റ് ചെയ്ത്, അത് 3 ബിഗ് ആയിരുന്നു തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ കർട്ടിസ് ജോൺസിന് അത്യാവശ്യം ആൾ ആ ബോക്സിൽ വെച്ച് ആളുടെ ട്രിബിളൊക്കെ കണ്ടാണ് നമ്മൾ. അത്രയും പ്രഷർ സിറ്റുവേഷനിൽ ആൾ വളരെ കാമായിട്ട് തന്നെയാണ് കളിക്കുന്നത്. സോ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ചെൽസി 2-0 എവേർട്ടനെ തോപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം എവേർട്ടൻ ഇപ്പോൾ ഡേവിഡ് മോയ്സ് വന്ന പിന്നെ അത്യാവശ്യം ടോപ്പ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ യുണൈറ്റഡിനെയൊക്കെ അടിച്ച കണ്ടാണ്. പക്ഷെ ചെൽസി അതിഗംഭീരമായിട്ട് തന്നെ കളിച്ച്, അത്രയും ടോപ്പായിട്ട് തന്നെ കളിച്ചെന്ന് പറയാം. പാമറിന്റെ ആ ഒരു ഗോള്, അഗസ്റ്റോന്റെ ആ പാസിൽ ആൾ ഓടിക്കേറിയ റണ്ണെടുത്ത് ഫിനിഷ് ഇത് ടോപ്പ് ക്ലാസ് ആണെന്ന് പറയാം. അതൊരു തരത്തിലും പിടിക്കാൻ പറ്റിയില്ല പിക്ഫോർഡിന്. സോ കോൾ പാമർ അധികം നേരം കളിച്ചില്ല. നമുക്കറിയാം ആൾക്ക് ഇച്ചിരി ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. ആ കളിച്ച ടൈമിൽ ആൾ എന്തായാലും ടോപ്പ് ക്ലാസ് തന്നെയായിരുന്നു. അത്രയും കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഗുസ്റ്റോ ഈ പറഞ്ഞ പോലെ ആ ഒരു പാസും പിന്നെ ഒരു ഗോളും അയാൾ അടിച്ച്, ആളുടെ അസിസ്റ്റും ആളുടെ എന്താ പറയുക, ടോപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു പറയാം. ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഇതുവരെ ആള് ചെൽസിയിൽ വന്നിട്ട് കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഫൊഫാന നമുക്കറിയാം, ആള് ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞാണ് വന്നത്. കഴിഞ്ഞ 2-3 നിരയായിട്ട് കളിക്കുന്നുണ്ട്. ആളും പഴയ ഒരു ഫോമിലേക്ക് തന്നെയാണ്. നമുക്കറിയാം ആള് ചെൽസിയിൽ വന്നേ പിന്നെ അത്ര ടോപ്പായിട്ട് കളിച്ചിട്ടില്ല. പക്ഷെ നിലവിലിപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ആളുടെ പെർഫോമൻസ് പുറത്തോട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടിയിരുന്നു. പിന്നെ ഗർണാച്ചോ ആള് വേസ്റ്റ് ആയിരുന്നു. ആൾക്ക് കിട്ടിയ ഒരു ബിഗ് ചാൻസിലുണ്ട് ആളുടെ ആ ഒരു മെന്റാലിറ്റി എന്താന്നുള്ളത്. കാരണം അത്രയും സിമ്പിൾ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു. ആളത് ഫിനിഷ് ചെയ്തില്ല. കുറച്ച് അഹങ്കാരം കൂടി ആൾക്ക്. നമുക്കറിയാം, ആള് പ്രസ് മീറ്റിംഗ് പറയണൊക്കെ കണ്ടാൽ അറിയാം. പിന്നെ ചെൽസിയുടെ കളി പറയണമെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് തുടക്കം പതുങ്ങിയാണ് തുടങ്ങിയത്. പിന്നെ അവർക്ക് ആ ഗോൾ വന്ന പിന്നെയാണ് അവർ ടോട്ടലി കളി മാറി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ എവേർട്ടൻ, നമുക്കറിയാം അത്യാവശ്യം കിടിലം കളി തന്നെയായിരുന്നു. അവരും എൻഡോയുടെ ഒരു പോസ്റ്റിൽ തട്ടിപ്പോയൊരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആള് കിടിലനായിട്ട് തന്നെ കളിച്ച്. എന്താ ചെൽസി ഫാൻസ് ഒന്നും ഒരു ടൈമിൽ വരച്ചിട്ടുണ്ടാകും. കാരണം അവർക്ക് ടൈമുണ്ട്. നമുക്കറിയാം ഫുട്ബോളാണ്, നിസ്സാര ടൈമിൽ തന്നെ എതിർ ടീമിന് ജയിക്കാൻ പറ്റും. സോ ചെൽസി അതൊക്കെ കടന്ന് വന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു 2-1 വിജയം വോൾഫ്സിനായിട്ട് ആഴ്സണൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അത്ര ടോപ്പ് ഒരു വിജയമൊന്നും അല്ല. അവര് നല്ലോണം സ്ട്രഗിൾ ചെയ്തെന്ന് പറയാം. 2 ഓൺ ഗോളാണ്. അതിൽ സാക്കയുടെ ബ്രില്യൻസ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അത്യാവശ്യം 2 ഓൺ ഗോളാണെന്ന് പറയാം. അവര് നമ്മൾ ഈ വിചാരിച്ച പോലത്തെ ഒരു കളിയല്ല. ആഴ്സണൽ ഇപ്പൊ പതിയെ താഴ്ന്നു വരുന്നുണ്ട്. അവര് ജയിച്ചു നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും സാക്കയുടെ ബ്രില്യൻസിലാണ് ജയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഈ ഉണ്ടാക്കിയ ചാൻസുകളൊന്നും, ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ചാൻസുകളൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. പേഴ്സണലി എനിക്ക് തോന്നുന്നു അടുത്ത 2-3 കളി കൂടി നോക്കിയാൽ അറിയാം അവരുടെ മെന്റാലിറ്റി എന്താണെന്നുള്ളത്. സോ അവർ പതിയെ കിരീടത്തിലേക്ക് അടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോപ്പ് ആവാനും ചാൻസ് ഉണ്ട് ആഴ്സണലി. നമുക്ക് ആ കളി കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. അവരുടെ മെന്റാലിറ്റി ഓക്കെയാണ്, പക്ഷെ അവർക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല താരങ്ങൾ തന്നെ ഉണ്ടായിട്ട് പോലും അവർക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.